ഒരു പെൺകുട്ടിയുടെ അടുത്ത് വളരെയധികം നാച്ചുറലായിട്ട് എങ്ങനെ ഫ്ലർട്ട് ചെയ്ത് സംസാരിക്കാം. ഒരു ഫ്രണ്ട്ലി കോൺവെർസേഷനും ഇമോഷണൽ ടെൻഷനും കൂടിച്ചേരുന്നതാണ് ഫ്ലർട്ടിംഗ് എന്ന് പറയുന്നത്. ഒരു പെൺകുട്ടിയുടെ മുന്നിൽ ചെന്നിട്ട് അവരുടെ മുന്നിൽ വെച്ച് പിക്കപ്പ് ലൈന് പറയുന്നതോ അല്ലെങ്കിൽ കൂളാണെന്ന് കാണിക്കാൻ ശ്രമിക്കുന്നതോ ഒന്നുമല്ല ഫ്ലർട്ടിംഗ്. നാച്ചുറൽ ഫ്ലർട്ടിംഗ് എന്ന് പറയുന്നത് അതിൽ ഒതൻറ്റിക് ആയിട്ടുള്ള കോൺഫിഡൻസും പ്ലേഫുള്ളായിട്ടുള്ള ഇൻറ്റൻഷൻസും അതുപോലെ ഒരു തരം ഇമോഷണൽ പ്രസൻസും ഉണ്ടായിരിക്കും. ഒട്ടും ഫേക്ക് തോന്നിക്കാത്ത രീതിയിൽ നാച്ചുറലായിട്ട് ഒരു പെൺകുട്ടിയോട് എങ്ങനെ ഫ്ലർട്ട് ചെയ്യാം എന്നതിനെപ്പറ്റി ഇനിയും പറഞ്ഞു. എപ്പോഴും പറയുന്ന പോലെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ ആദ്യമായി കാണുന്നവർ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടത്തിൽ ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ സാധിക്കുമെങ്കിൽ ഈ വീഡിയോ വേണ്ടപ്പെട്ടവർക്ക് ഒന്ന് ഷെയർ കൂടെ ചെയ്യുക. ആദ്യം തന്നെ എനിക്ക് എങ്ങനെയും അവരെ ഇംപ്രസ് ചെയ്യണം. ഈ ഒരു മൈൻഡ് സെറ്റ് ആദ്യം നിങ്ങൾ ഉപേക്ഷിക്കുക. ഈ ഒരു മൈൻഡ് സെറ്റോടെ നിങ്ങൾ അവരോട് ഫ്ലർട്ട് ചെയ്ത് സംസാരിക്കാൻ പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ഉള്ളിൽ ഒരു ഫേക്ക് എനർജി ആയിരിക്കും ഉണ്ടായിരിക്കുക. ഇത് അവർ സെൻസ് ചെയ്യുകയും ചെയ്യും. ഒരു ക്യൂരിയോസിറ്റി മൈൻഡ് സെറ്റോടെ അവരോട് സംസാരിക്കാൻ ശ്രമിക്കുക. ഇത് നിങ്ങളെ അട്രാക്റ്റീവ് ആക്കി മാറ്റും. നിങ്ങളുടെ ഉള്ളിൽ ഒരു അട്രാക്റ്റീവ് എനർജി കൊണ്ടുവരും. നിങ്ങൾ അവരിൽ എന്തോ അന്വേഷിക്കുന്നുണ്ട്. അവരെ നിങ്ങൾ ഡിസ്കവർ ചെയ്യാൻ ശ്രമിക്കുകയാണ്. ആ ഒരു ലെവലിൽ വേണം നിങ്ങൾ അവരോട് സംസാരിക്കുക. ഇനി രണ്ടാമത്തെ കാര്യം, ഒബ്സർവേഷണൽ കോംപ്ലിമെൻറ്റ്സ് കൊടുക്കാൻ ശ്രമിക്കുക. അതായത് ചില ആൾക്കാർ ഈ ഫ്ലർട്ട് ചെയ്യാനാണെന്ന് പറഞ്ഞ് പോയി നിന്നിട്ട് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് നിന്നെ കാണാൻ ഭയങ്കര സുന്ദരിയാണ്, നീ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്, അങ്ങനെയൊക്കെ. നമ്മൾ കോംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ഒബ്സർവ് ചെയ്തിട്ട് കോംപ്ലിമെൻറ്റ് കൊടുക്കാൻ ശ്രമിക്കുക. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ഇങ്ങനെ പറയാം. അതായത് നീ വളരെയധികം കാം വൈബുള്ള ഒരാളാണ്, നിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ വളരെ വലിയൊരു റിലാക്സേഷൻ എനിക്ക് കിട്ടുന്നുണ്ട്. ഇതാണ് ഒബ്സർവേഷണൽ കോംപ്ലിമെൻറ്റ്സ്. ഇതുപോലെ ഒബ്സർവ് ചെയ്തിട്ട് കോംപ്ലിമെൻറ്റ് പറയാൻ ശ്രമിക്കുക. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പോസിങ്ങും ഐ കോണ്ടാക്റ്റും മാക്സിമം യൂസ് ചെയ്യുക. അവരോട് സംസാരിക്കുന്ന സമയത്ത് 1-2 സെക്കൻഡ് നിങ്ങൾ ഐ കോണ്ടാക്റ്റ് ഹോൾഡ് ചെയ്യുക. അതുപോലെ എന്തെങ്കിലും ഒരു കാര്യത്തിന് റിപ്ലൈ കൊടുക്കുന്നതിന് മുമ്പ് ഒന്ന് നിർത്തുക, ഒന്ന് പോസ് ചെയ്തിട്ട് റിപ്ലൈ കൊടുക്കുക. നിർത്തി സംസാരിക്കുക. പിന്നെ സംസാരിക്കുമ്പോൾ ചെറിയ രീതിയിലുള്ള ചിരി, അതായത് സ്ലോ ആയിട്ടുള്ള ഒരു ചിരിയൊക്കെ നിങ്ങൾക്ക് മുഖത്ത് കൊണ്ടുവരാം. നാലാമത്തെ കാര്യമെന്ന് പറയുന്നത് നിങ്ങൾ അച്ചീവ്മെൻറ്റ്സിനേക്കാൾ കൂടുതൽ ഇമോഷൻസ് ഷെയർ ചെയ്യുക. അതായത് നിങ്ങൾ ഭയങ്കര സക്സസ്ഫുള്ളാണ്, അല്ലെങ്കിൽ നിങ്ങൾ പണക്കാരനാണ്, നിങ്ങൾക്ക് അതുണ്ട് ഇതുണ്ട്, ഇതൊക്കെ പറയുന്നതിന് പകരം പല കാര്യങ്ങൾക്കും എനിക്ക് എന്നെ തന്നെ പുഷ് ചെയ്യാൻ വളരെയധികം ഇഷ്ടമാണ്. ഇത് നമ്മുടെ ജീവിതത്തെ വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് സൂക്ഷിക്കുന്നു. ഇത്തരത്തിൽ ഇമോഷണൽ പ്രസൻസ് ഉള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യുക. ഇനിയും അഞ്ചാമത്തെയും അവസാനത്തെ കാര്യം എന്ന് പറയുന്നത് ഓവറായിട്ട് ഫ്ലർട്ട് ചെയ്യാതിരിക്കുക. ഓവറായിട്ട് ഫ്ലർട്ട് ചെയ്യുന്നത് നിങ്ങളെ ഒരു നീഡിയും അതുപോലെ ഫേക്കായിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് അവർക്ക് ഫീൽ ചെയ്യിക്കും. ശരിയായ സമയം ആയി എന്ന് മനസ്സിലായ നിങ്ങൾക്കിടയിലെ കോൺവെർസേഷൻ അവസാനിപ്പിക്കുക. അവിടെ നിന്ന് പോകാൻ നേരം നിങ്ങൾക്കൊരു നോട്ട് കൂടെ കൊടുക്കാം. അതായത് നിൻ്റെ വൈബ് എനിക്ക് വളരെയധികം ഇഷ്ടമായി, ഇനി നമുക്ക് പിന്നെപ്പോഴേലും കണ്ടിന്യൂ ചെയ്യാം, ഇങ്ങനെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് പോകാം. ശരിയായ സമയത്ത് കമ്മ്യൂണിക്കേഷൻ അവസാനിപ്പിക്കുന്നതും നിങ്ങളെ ഒരു അട്രാക്റ്റീവായിട്ടുള്ള വ്യക്തിയാക്കി മാറ്റും. സോ നെക്സ്റ്റ് ടൈം നിങ്ങളുടെ ക്രഷിനെ ഫ്ലർട്ട് ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങൾ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ ഈ വീഡിയോ ഇവിടെ ജസ്റ്റ് വൈൻഡപ്പ് ചെയ്യുകയാണ്. മറ്റൊരു ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. സൈനിങ് ഔട്ട്.